വന്ദേമാതരം നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ തീവ്ര മുസ്ലിം സംഘടനകൾ രംഗത്ത്. സർക്കാരിന്റെ നീക്കം മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ആരോപണം. തലവെട്ടിയാലും വന്ദേമാതരത്തിലെ പ്രത്യേക വരികൾ മുസ്ലിങ്ങൾ ആലപിക്കില്ലെന്ന് മതപണ്ഡിതൻ സാജിദ് റഷീദി പറഞ്ഞു. വന്ദേമാതരത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ചില മുസ്ലിം സംഘടനകൾ. സർക്കാരിന്റെ നീക്കം മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആരോപിച്ചു. ഒരു മതത്തിന്റെ താല്പര്യം മറ്റൊരു മതത്തിന്മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണ്. വന്ദേമാതരം നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വന്ദേമാതരത്തിലെ മാ ദുർഗ, മാ സരസ്വതി എന്നീ പരാമർശങ്ങൾ മുസ്ലിം മതവിശ്വാസികൾ അംഗീകരിക്കില്ലെന്നും തലവെട്ടിയാലും ആ പ്രത്യേക വരികൾ മുസ്ലിങ്ങൾ ആലപിക്കില്ലെന്നും മതപണ്ഡിതൻ സാജിദ് റഷീദി പറഞ്ഞു. माँ दुर्गा, सरस्वती, जनहारणी, जन्म देने वाली, जन्म लेने वाली, ये इल्म देने वाली, ये कहा गया है, ये हमारी आस्था से टकराती हैं. तो हमारे पास ले दे के एक आस्था है. मुसलमान के पास सरकारी नौकरियां तो है नहीं, मुसलमान बहुत बड़े कारोबारी तो है नहीं, ले देकर हमारे पास आस्था है. अगर हम अपनी आस्था भी खो बैठें तो हमारे पास कुछ नहीं बचेगा. इसलिए हम प्राण तो दे सकते हैं लेकिन अपनी आस्था के साथ समझौता नहीं कर सकते. 1937 മുതൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വന്ദേമാതരത്തെ എതിർക്കുന്നു. ജമിയത്ത് ഉലമായെ ഹിന്ദ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ വന്ദേമാതരത്തിനെതിരെ കടുത്ത വർഗീയ പ്രചരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് വന്ദേമാതരത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ദേശീയഗാനത്തിന് മുമ്പ് പാടണം, സ്കൂൾ അസംബ്ലികളിൽ പാടണം തുടങ്ങി നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ജനം, ഡൽഹി.